ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് സ്വിഫ്റ്റ് ഡെഫ് എന്ന പ്ലാറ്റ്ഫോമിൽ ID ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇത് നമ്മുടെ മെയിൻ വാലറ്റ് ആണ്. ഇതിലേക്കാണ് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാം ഹോം, സ്വാപ്പ്, ഏൺ, ഡിസ്കവർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഡിസ്കവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡിസ്കവർ ഓപ്ഷനായിട്ട് ടോപ്പിൽ നമുക്ക് സെർച്ച് ഒരു ബാർ കാണാം, സെർച്ച് ബാർ കാണാം. അതിലേക്ക് നിങ്ങൾക്ക് കിട്ടിയ റെഫർ ലിങ്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് തന്ന റെഫർ ലിങ്ക് ഏതാണോ ആ ഒരു ലിങ്ക് ഇതിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ നമ്മുടെ കീബോർഡിന്റെ സെർച്ച് ബാർ കാണാം. ആ സെർച്ച് ബാർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ആവും. അപ്പം ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ അലർട്ട് മെസ്സേജ് വരും. അതിൽ പ്രൊസീഡ് എനിവേ എന്ന ഓപ്ഷൻ കാണാം. ആ പ്രൊസീഡ് എനിവേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കണക്റ്റഡ് ആപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിലവിൽ നെറ്റ്വർക്ക് എതേറിയമാണ് കാണിക്കുന്നത്. അപ്പം താഴെ കണക്ട് എന്ന ഓപ്ഷൻ കാണാം. ആ കണക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് ഡെഫിയുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഗിൻ എന്ന് കാണാം. അതിന്റെ താഴെയായിട്ട് സൈനപ്പ് എന്ന ഓപ്ഷൻ കാണാം. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്യാനായിട്ട് സൈനപ്പ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മളിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ലോഗിൻ ആണ്. അപ്പം ആ സൈഡിലുള്ള ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പേര് എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേരെന്താണോ നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര് അപ്ഡേറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക. ഇതാണ് സ്വിഫ്റ്റ് ഡെഫിയുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് പാക്ക് കാണാം. $10 പാക്ക് കാണാം. അവിടുന്ന് സൈഡിലോട്ട് സ്വാപ്പ് ചെയ്ത് കൊടുത്താൽ 10 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് $100 പാക്കാണ്. അപ്പം നമ്മൾ നിലവിൽ ഇപ്പം $100 പാക്ക് ബൈ ചെയ്യാൻ പോവാണ്. ടോപ്പിൽ ഒരു 3 ഡോട്ട് കാണാം. swiftdefi.ioയുടെ സൈഡിൽ തന്നെ ഒരു 3 ഡോട്ട് കാണാം. ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നെറ്റ്വർക്ക് എന്ന ഓപ്ഷനകത്ത് എതേറിയമാണ് കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ BNB സ്മാർട്ട് ചെയിൻ എന്ന് കാണാം. ആ ഒരു BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ആ ഒരു പാക്ക് പർച്ചേസിനുള്ള ആ ഒരു ഇന്റർഫേസിലേക്ക് വരും. അവിടെ വീണ്ടും ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്ത് 10 ആണെങ്കിൽ 10 മേടിക്കുക. ഇനി നമ്മളിപ്പോൾ 100ന്റെ മേടിക്കാൻ പോവാണ്. ഇവിടെ കാണാം ബൈ എന്ന ഓപ്ഷൻ കാണാം. ബൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണക്റ്റ് വാലറ്റ് കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിന്റെ മെയിൻ വാലറ്റിൽ USDT കൊണ്ടുവരിക. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിന്റെ ഹോം പേജിലേക്ക് വരിക. ഓക്കെ, ഹോം പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ BNB ആയിട്ട് എനിക്ക് $8.3 കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് BNB കോയിൻ ഇല്ലെങ്കിൽ BNB കോയിൻ കൊണ്ടുവരിക. അതിനുശേഷം താഴെ USDT BNB സ്മാർട്ട് ചെയിൻ എന്ന് കാണുന്നുണ്ട്. അതിലേക്കും നമ്മളൊരു മിനിമം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അതിനേക്കാളും ഒരു $1 കൂട്ടിക്കൊണ്ടുവരും. ഇപ്പം $10 ആണെങ്കിൽ BNB USDT ആയിട്ട് ഒരു $11 കൊണ്ടുവരിക. $100 ആണെങ്കിൽ $101 കൊണ്ടുവരിക. ഞാനിപ്പോൾ ഇതിലേക്ക് USDT കൊണ്ടുവരാൻ പോവാണ്. ഞാനിപ്പം USDT BNB സ്മാർട്ട് ചെയിനിലേക്ക് $100 ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് ബാക്ക് പോവുക. ബാക്ക് പോയി വീണ്ടും ആ ഡിസ്കവർ എന്ന ഓപ്ഷൻ കാണാം. ആ ഡിസ്കവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡാഷ്ബോർഡ് എടുക്കുക. ഓക്കെ, ഇനി അവിടുന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. ഈ $100 പാക്കിന് താഴെയുള്ള ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ ഒരു അപ്രൂവ് മെസ്സേജ് കാണിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ഫീസ് BNB ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കണം. അത് 0.4 സെന്റേ ഉള്ളൂ. ഓക്കെ, അപ്പം BNB ഫീസ് കൊടുക്കാനുള്ള അപ്രൂവൽ വീണ്ടും കൊടുക്കുക.
ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ റെക്കോർഡ് സക്സസ്ഫുള്ളി, അതായത് നമ്മൾ പാക്ക് പർച്ചേസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ 6:30 നമുക്ക് പ്രോഫിറ്റ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ്, നമ്മൾ പ്രത്യേകിച്ച് വിഡ്രോവലും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിന്റെ മെയിൻ വാലറ്റിൽ USDT BEP20 നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ നമ്മൾ പാക്ക് പർച്ചേസ് ചെയ്തത് എവിടെ കാണിക്കാൻ നോക്കാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ജൂൺ 23, 4:38